യേശു ഇത്ര റിസ്ക് എടുക്കാൻ കാരണം എന്താ? തൊട്ട് അധ്യായം 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നോക്ക്. കടല് മുഴുവൻ തിരമാലയും അസ്വസ്ഥതയും. സാധാരണ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ആരും പറയും നമുക്ക് മുന്നോട്ട് പോകേണ്ട, വേഗം കരയ്ക്കടുപ്പിക്കുക. യേശു ആ യാത്ര ഒരു റിസ്ക് എടുക്കുവാണ്. മുന്നോട്ട് പോയി. ആർക്കു വേണ്ടി? തകർന്നു പോയ, പരാജയപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ യേശു റിസ്ക് എടുക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഇത്ര റിസ്ക് എടുക്കുമോ? നാളെ ആട്ടേന്ന് വെക്കില്ലേ, അടുത്ത ദിവസം ആട്ടേന്ന്. ഇന്നങ്ങ് ലോകം അവസാനിക്കുവാണ്, നാളെ ആട്ടേന്ന് നമ്മൾ പറയില്ലേ? എനിക്കിവിടെ ഞാൻ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. അവനെ രക്ഷിക്കാൻ ആ ഒരു കാര്യത്തെ അടുത്ത ദിവസത്തേക്ക് യേശു മാറ്റിവെച്ചില്ല, ഇന്ന് തന്നെ. അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ നാളെ ആട്ടെ, അടുത്ത മാസം ആയിരിക്കട്ടെ, നമുക്ക് നോക്കാം. അല്ല, ഇന്ന് നിങ്ങളെ രക്ഷിക്കാൻ ദൈവം നിന്റെ അടുത്തേക്ക് വരും. ആരാധന അതിനുള്ളതാണ്. നോക്കൂ, ഈ വാക്യം എഴുതുമ്പോൾ അവിടെ എത്തിയപ്പം കാണുന്നത് സിമിത്തേരി കിടക്കുന്ന, കൈകാലുകളിൽ ചെങ്ങലകളൊക്കെ ഉള്ള ഒരു ഭ്രാന്തനായ മനുഷ്യൻ. അവന് അപ്പനും അമ്മയും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ജനിച്ച ഒരാളായിരിക്കും. ഇപ്പം ആരും ഇല്ല. സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കുന്നില്ല. ഇപ്പം മിണ്ടാനുള്ളവർ മിണ്ടുന്നു പോലും ഇല്ല. എന്തേലുമൊക്കെ കൊടുക്കേണ്ടവർ ഒന്നും കൊടുക്കുന്നുമില്ല. ഉപേക്ഷിച്ച് കളഞ്ഞ തകർന്ന് തരിപ്പണമായ ഒരാളെ തേടി യേശു നടന്നു വരുന്ന ഭാഗമാണ് 5-ാം അധ്യായം. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിന്റെ അടുത്തേക്ക്, നീ ആയിരിക്കുന്ന ഇടത്തേക്ക്, നീ ഇരിക്കുന്ന കസേരയിൽ, നീ ഇരിക്കുന്ന സെറ്റിയിൽ, നിന്റെ മുറിയിൽ, നീ ആയിരിക്കുന്ന ഈ കിടക്കുന്ന ഈ കട്ടിലിൽ, നിന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്ന ഒരു ദൈവം ഇപ്പോൾ നിനക്ക് അനുഭവിക്കാൻ കഴിയും. നിന്റെ അടുത്തേക്ക് നാളെ ആകട്ടെ, അടുത്ത ദിവസം ആകട്ടെ, പിന്നെ എപ്പോഴേലും ഒക്കുമ്പോൾ ആകട്ടെ. ഇപ്പോൾ ആകെ അന്തരീക്ഷം ശരിയല്ല, നമുക്ക് പോയേക്കാം, അടുത്ത ദിവസം വരാം എന്നൊന്നുമല്ല. നിന്നെ രക്ഷിക്കുന്ന കാര്യത്തിൽ യേശു ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. നിന്റെ അടുത്തേക്ക് റിസ്ക് എടുത്തു പോലും ദൈവം നടന്നു വരും. എന്തെല്ലാം പ്രതികൂലം ഉണ്ടെങ്കിലും നിന്നെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. തകർന്ന് നിന്നെ വിജയത്തിലെത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ തകർന്ന് ഇവിടെ കിടക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതി ഉള്ളതല്ല. നീ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് മനസ്സുവെക്ക്. ഇതാ ഇവിടെ കിടക്കുന്ന തകർന്നു പോയ ഒരുവനെ രക്ഷിക്കാൻ ദൈവം അടുത്തു വരുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്? നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ? അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന പിശാചിന് പോലും അറിയായിരുന്നു ഈ മനുഷ്യൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരുവാന്ന്. ആരാധന ഇരിക്കുന്ന നിങ്ങൾക്ക്, വിശ്വാസിയായ നിനക്കറിയാവോ നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന്? സിമിത്തേരി കിടക്കുന്ന പിശാച് ബാധിതൻ പറയുക, അകത്തുള്ള പിശാച് അലറിക്കൊണ്ട് പറയുക, നീ എൻ്റെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു എന്ന്. എന്നും പള്ളിയിൽ പോകുന്ന, ആരാധന മുടക്കാതെ കൂടുന്ന വിശ്വാസിയായ നിനക്കറിയാമോ വിശ്വാസി, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന്? പക്ഷെ പിശാച് പോലും പറയുന്നു എൻ്റെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നതെന്ന്. ആദ്യം വിശ്വസിക്ക്, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന്. ഒന്ന് പറ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. അടുത്ത വർഷത്തിൻ്റെ പിന്നത്തെ വർഷമല്ല, അത് നാളെയല്ല, ഇന്ന് നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. തകർന്ന നിന്നെ ദൈവം പടുത്തുയർത്തും. തകർന്ന നിന്റെ ജീവിതത്തെ, നിന്റെ സ്വപ്നങ്ങളെ. അതുകൊണ്ടാ ഒരു വാക്കുണ്ട്, when word of God comes alive in you. അതായത് ദൈവം ജീവനോടെ, ദൈവത്തിൻ്റെ വചനം നിന്നിൽ ജീവനോടെ വരുമ്പോൾ your curse will be broken. നിന്റെ ശാപങ്ങളെല്ലാം മാറിയിരിക്കും. your life will be changed. നിന്റെ ജീവിതം തന്നെ മാറും. your life will be blessed. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹമായി നിന്നിൽ വരുമ്പോൾ ശാപം മാറും, നിന്റെ ലൈഫ് മാറും, നിന്റെ ജീവചരിത്രം തന്നെ മാറ്റി എഴുതും. പുതിയൊരു അധ്യായം ജീവിതത്തിൽ വന്നങ്ങ് ചേരും. ഏതു തകർന്നവരെയും പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാ നിന്നെയും, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടും. ഒരിക്കൽ കൂടി പാട്ടുകാരനോട് ചേർന്ന് പാടുകയാണ്, നീ തകർന്നവനാണോ, നീ പരാജയപ്പെട്ടവനാണോ മകനെ മകളെ? എവിടെയാ തകർന്നത്? ആ തകർന്ന നിന്നെ ഇപ്പോൾ ദൈവം പടുത്തുയർത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സിമിത്തേരി കിടന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശു നടന്നവിടെ വന്നു. ഇതുപോലെ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ, നീ ആയിരിക്കുന്ന നിന്റെ റൂമിൽ, ഈ സിറ്റുവേഷനിൽ,
ഇതാ ദൈവം നിൻ്റെ അടുത്തേക്ക് വരികയാണ്. മനുഷ്യരല്ല, മനുഷ്യർ വരുന്നത് കളിയാക്കാനാണ്, മനുഷ്യർ വരുന്നത് അയ്യോഭാവം പറയാനാണ്. ദൈവം വരുന്നത് കളിയാക്കാനും അയ്യോഭാവം പറയാനല്ല, നിന്നെ രക്ഷിക്കാനാണ്, നിന്റെ കാര്യത്തിൽ ഇടപെടാനാണ്. ഈ ആരാധനയിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകമായി ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്നൊരു 10 പ്രാവശ്യം മനസ്സിൽ പറയണം. ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും, ദൈവം എൻ്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഈ ഗാനത്തിന്റെ വരികളൊന്ന് ശ്രദ്ധിച്ച്, നീ തകർന്നവനാണോ, നീ തകർന്നവനാണോ മകനെ മകളെ, ചേർന്ന് പാടാം. നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശുനായകൻ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? നീ തകർന്നവനാണോ മകനേ, നീ തകർന്നവളാണോ മകളേ, ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു, യേശുനായകൻ, യേശുനായകൻ. പ്രിയപ്പെട്ടവരെ, 8ാം ദിവസം ഈ ആരാധനയുടെ സമാപനത്തിൽ നിങ്ങളെല്ലാം കൂടെ ഒരിക്കൽ കൂടി ഒന്ന് ചേർത്ത് നിർത്തട്ടെ. മഴ വരുമ്പം പെട്ടെന്നൊരു കുടയുള്ള ഒരാളെ അവിടെ ഉള്ളെങ്കിൽ അവിടെ ഉള്ളവരെല്ലാം ഒരു കുടക്കീഴിൽ വന്ന് നിൽക്കില്ലേ? പെട്ടെന്ന് പറ്റുമ്പോലൊക്കെ ചേർന്ന് നിൽക്കില്ലേ? ഇതുപോലെ ഈ ആരാധനയിൽ, ഈ ഷാലോം TV-യുടെ ഈ ഒരു കൂട്ടായ്മ, ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്തുകയാണ് പ്രാർത്ഥനയിൽ. പല കുടുംബം, പല രാജ്യം, പല നാട്, പല കൾച്ചർ, എല്ലായിടത്തും പല സ്ഥലത്തുള്ള ആളുകളാണേലും ഒരുമിച്ചൊന്ന് നിർത്തുകയാണ്. വഴക്കും ബഹളവും കുറ്റപ്പെടുത്തലൊക്കെ മാറ്റിയിട്ട്, കുറവുകളൊക്കെ മാറ്റി നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം, ഒരു കുടക്കീഴിലെന്ന പോലെ. എന്നിട്ട് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടും, ദൈവം ഇടപെടും. ദൈവം ഇടപെടുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ് ന്യൂ ലൈഫ്, പുതിയ ജീവിതം. ജീവിതം മനോഹരമാകാൻ, അനുഗ്രഹമാകാൻ നാട്ടുകാരിടപെട്ടിട്ട് കാര്യമില്ല, പോലീസ് ഇടപെട്ടിട്ട് കാര്യമില്ല, കോടതി ഇടപെട്ടിട്ട് കാര്യമില്ല, ദൈവം ഇടപെട്ടിട്ട് കാര്യമുണ്ട്. പോലീസ് ഇടപെട്ട കാര്യങ്ങൾ വലിയ പ്രശ്നമായവരുണ്ട്, കോടതി ഇടപെട്ടിട്ടും ഒന്നും നടക്കാത്ത സ്ഥലമുണ്ട്. പക്ഷെ ദൈവം ഇടപെട്ടിട്ട് എവിടെയെങ്കിലും നടക്കാതായ പോയൊരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പറയണ ഈ ആരാധനയുടെ ആശീർവാദം കിട്ടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിന് നന്ദി. തകർന്ന് തരിപ്പണമായി പരാജയപ്പെട്ട നിലയിൽ, ആർക്കും വേണ്ടാത്ത നിലയിൽ കിടന്നിരുന്ന ഈ ഒരു കല്ലറകൾക്കിടയിൽ കിടന്നിരുന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ പോലും എൻ്റെ ദൈവം അടുത്തേക്ക് ചെന്നു. സത്യം പറഞ്ഞാൽ ചിന്തിച്ചു നോക്ക്, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ ഉണ്ടായിരുന്നേ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? ആരും പ്രാർത്ഥിക്കാൻ പോലും ഇല്ലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഒരു ദുഃഖമായിരിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലേലും നിന്നെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്, നിന്നെ പടുത്തുയർത്താൻ ദൈവം തയ്യാറാണ്, നിന്നെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. ചിലർ പറയും എനിക്കൊരു പ്രാർത്ഥിക്കുന്ന 100 പേരവിടെയുണ്ട്. ഒരു ധ്യാനമൊക്കെ നടത്തുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്, ആ ധ്യാനം വിജയിക്കാൻ. പക്ഷേ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുണ്ടായിരുന്നോ? പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒരുമിച്ച് കൂടി ഈ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ആരെങ്കിലും യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞോ ഇങ്ങനെ ഒരാളുണ്ടെന്ന്? പറയാൻ പോലും ആരുമില്ലായിരുന്നു. പക്ഷെ അവനെ രക്ഷിക്കാൻ ഒരു കർത്താവ് ഉണ്ടായിരുന്നു. നിനക്കാരുമില്ലേലും, ആരുമില്ലെന്ന് തോന്നിയാലും നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ രക്ഷിക്കാൻ വന്നിരിക്കും. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പം ഈ വിഷയങ്ങളെല്ലാം മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നിൻ്റെ ജീവിതം മാറും. നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഈ കല്ലറയിൽ കിടന്ന മനുഷ്യൻ യേശു ഇങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പം ആ പിശാച് ബാധിതൻ ചോദിക്കുകയാണ്, നീ എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു എന്ന്.
അവന് പോലും, ആ പിശാച് ബാധിതന് പോലും പറയാണ്, ഈ ദൈവം വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനാണ്. വിശ്വാസിക്കറിയില്ല ദൈവം വരുന്നത് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനാണ്. എന്നാൽ ഇന്ന് വിശ്വസിക്ക്, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടാ ഈ ആരാധനയിൽ നീ പങ്കെടുത്തത് പോലും, ഈ വചനങ്ങൾ നിന്നെ ദൈവം കേൾപ്പിച്ചത് പോലും ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്നുണ്ടാ. വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്കൊന്ന് സ്തുതിച്ചൊന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർക്കണമേ, ഒരു ന്യൂ ലൈഫ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങളുടെ തകർന്ന അവസ്ഥയെ മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ തരണമേ. ഈ 33 ദിവസം കഴിയുമ്പോൾ വെല്ലുവിളികൾ മാറി, കൈപ്പേറിയ അനുഭവങ്ങൾ മാറി, സങ്കടങ്ങൾ മാറി, ആ സ്ഥാനത്ത് മധുരിക്കുന്ന, തേൻ പോലെ മധുരിക്കുന്ന ഒരു അനുഭവം ഈ 33 ദിവസം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകണമേ, ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.